ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ഉൽപ്പത്തി പുസ്തകം 31 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി 32 അധ്യായം 25 വാക്യം. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് മനസാക്ഷി. ഇവ മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ തിന്മയെ തിരിച്ചറിയുന്ന അന്തരാത്മ ശബ്ദമാണെന്ന് പറയാം. നല്ലത് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുകയും തിന്മയിൽ കുറ്റബോധം ഉളവാകുവാൻ സാധിപ്പിക്കുന്നതുമായ ഉള്ളിലെ ന്യായാധിപനാണ് മനസാക്ഷി. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ബന്ധത്തിൽ രൂപപ്പെടുന്ന മനസാക്ഷി ദൈവിക മൂല്യങ്ങളിലും നീതിബോധത്തിലും ജീവിക്കുവാനായിട്ട് ഒരുവനെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ജ്യേഷ്ഠനെയും പിതാവിനെയും ഉപായത്താൽ ചതിച്ച യാക്കോബ് 20 വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ നേരിടുന്നതായി ഇന്നത്തെ പാഠഭാഗത്ത് നാം കാണുന്നു. അങ്ങനെ യാക്കോബ് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും തൻ്റെ മനസാക്ഷിയോടുള്ള മല്ലയുദ്ധവുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് മനസാക്ഷിയോടുള്ള മല്ലയുദ്ധം. മാതാവിൻ്റെ പ്രേരണയിലൂടെ ആയിരുന്നെങ്കിലും താൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന കുറ്റബോധം യാക്കോബിനെ അലട്ടിയിരുന്നു. അതിനാൽ തൻ്റെ 20 വർഷത്തെ പരദേശവാസത്തിനു ശേഷം സ്വഭവനത്തിലേക്കുള്ള മടക്കയാത്രയിൽ സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകളും അവനോട് ചെയ്ത ഉപായങ്ങളും യാക്കോബിനെ ഭയപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവ തൻ്റെ മനസാക്ഷി എന്ന കോടതിയിൽ ഉണ്ടാകുന്ന ഒരു മല്ലയുദ്ധമാണ്. തുടർന്ന് അതേ മനസാക്ഷി പ്രതിവിധി നൽകുന്നു. സഹോദരന്റെ അടുക്കലേക്ക് സമ്മാനങ്ങളുമായി 3 തവണകളായി തൻ്റെ ദൂതന്മാരെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തൻ്റെ സമ്മാനങ്ങളിലൂടെ സഹോദരനെ ശാന്തമാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ യാക്കോബ് നടത്തുന്നത്. ഇത് ഭയത്തിൽ നിന്നുള്ള ഒരു കീഴടങ്ങലായും സ്വയരക്ഷയ്ക്കുള്ള ഒരു തന്ത്രമായിട്ടുമൊക്കെ നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൂടുതലായിരിക്കും. ശാന്തനായ സഹോദരൻ ഇവിടെ ക്ഷമിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ കോടതി അവനെ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവവുമായുള്ള ബന്ധത്തിലോ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലോ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അവയെ മനഃപൂർവ്വമായി ഏറ്റുപറയാം. രണ്ടാമതായിട്ട് ദൈവദൂതനുമായുള്ള മല്ലയുദ്ധം. സഹോദരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ യബ്ബോക്ക് കടവിൽ രാത്രി മുഴുവനും ദൈവദൂതനുമായി മല്ലിടുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് കാണുന്നത്. അവിടെ യാക്കോബ് ഒരു സത്യം മനസ്സിലാക്കുന്നു. പിതാവിനെ പറ്റിച്ച് അനുഗ്രഹങ്ങൾ നേടിയെടുത്തതുപോലെയോ ജ്യേഷ്ഠനെ ഉപായത്തിൽ ചതിച്ചതുപോലെയോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല എന്ന് യാക്കോബ് തിരിച്ചറിയുന്നു. ദൈവദൂതൻ യാക്കോബിന് ആ വലിയ തിരിച്ചറിവ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് ഉപായിയായ യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് ലഭിക്കുന്നു. ഇന്ന് ഈ പാഠഭാഗം നമ്മോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകളെ പ്രാർത്ഥന കൊണ്ടും ദൈവവചനം കൊണ്ടും ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ കളങ്കമില്ലാത്തവരായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും സാധിക്കണം. അങ്ങനെ നന്മ പ്രവർത്തിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് മനഃപൂർവ്വമായി പശ്ചാത്തപിക്കുവാനും അവിടുത്തെ സന്നിധിയിലും സ്വന്തം മനസാക്ഷിക്ക് മുന്നിലും കളങ്കമില്ലാത്തവരായി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.